ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായ ഒരു ആക്രമണ പരമ്പരയ്ക്കാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇസ്രായേലിനെയും അമേരിക്കയുടെയും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു തിരിച്ചടിയല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആധിപത്യത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ നീക്കമാണെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആകാശത്ത് അഗ്നി പടർത്തിക്കൊണ്ട് കുതിച്ചുയരുന്ന നൂറുകണക്കിന് മിസൈലുകൾക്ക് മുന്നിൽ അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങൾ പതറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോമും അമേരിക്കൻ സാങ്കേതികവിദ്യയുടെ അഹങ്കാരമായ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ മിസൈൽ പ്രവാഹത്തിന് മുന്നിൽ വെറും കളിപ്പാട്ടങ്ങളായി മാറുകയാണ്. വർഷങ്ങളായി കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുക്കി അമേരിക്ക പടുത്തുയർത്തിയ സുരക്ഷാ വലയങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇറാന്റെ ഹൈപ്പോസോണിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തുളച്ചു കയറുകയാണ്. ഇത് ഭയന്ന് ഇസ്രായേൽ ഭരണകൂടം പൗരന്മാരോട് ബങ്കറുകളിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഇറാന്റെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ഈ സംഘർഷത്തിന്റെ ഏറ്റവും ഭീകരമായ വശം അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ കരുത്തായ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിൽ മുഴങ്ങിയ അപായ സൈറണുകളാണ്. അമേരിക്കൻ നാവികസേനയുടെ ഈ തന്ത്രപ്രധാന കേന്ദ്രം പോലും ഇറാന്റെ ദൂരപരിധിയിലാണെന്ന യാഥാർത്ഥ്യം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കടലിലും കരയിലും ആകാശത്തും ഒരുപോലെ ആധിപത്യം സ്ഥാപിക്കുന്ന ഇറാന്റെ ആക്രമണ ശൈലിക്ക് മുന്നിൽ അമേരിക്കയുടെ ഡിറ്ററൻസ് തന്ത്രങ്ങൾ അമ്പെ പരാജയപ്പെടുകയാണ്. മിസൈലുകളെക്കാൾ മാരകമാണ് ആഗോള വിപണിയിലെ സിരകളെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ നീക്കങ്ങൾ. ലോകത്തിന്റെ ഊർജ്ജ കേന്ദ്രമായ പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങളെ യുദ്ധക്കളമാക്കുന്നതിലൂടെ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തെ ഇറാൻ വെല്ലുവിളിക്കുകയാണ്. സൗദിയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ വിപണിയെ ശ്വാസം മുട്ടിക്കുന്നു. എണ്ണവില കുതിച്ചുയർന്നതോടെ അമേരിക്കയിലെ ആഭ്യന്തര വിപണി തകർച്ചയുടെ വക്കിലാണ്. സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ പോയിട്ട് സ്വന്തം ആസ്ഥാനം കാക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ഇറാൻ ഇന്ന് വെറും ഒരു രാജ്യമല്ല, അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിക്കുന്ന അജേയമായൊരു ശക്തിയാണ്. അമേരിക്കയുടെ സർവ്വസന്നാഹങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ മിസൈൽ താണ്ഡവം പുതിയൊരു അധികാര സമവാക്യത്തിന് തുടക്കമിടുന്നു. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് ഓരോന്നായി പരാജയപ്പെടുമ്പോൾ പശ്ചിമേഷ്യയുടെ അധികാരവും ഭാവിയും ഇറാന്റെ കൈകളിലാണ്. ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന്റെ അവസാന തിരുനാളത്തിലേക്കാണ്. ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ ഉദയമാണ്.